ഇന്നലെ രാത്രി 8:30 മണിയോടുകൂടിയാണ് വീണ വിജയൻ പുറത്തേക്ക് ഇറങ്ങിയത്. രാവിലെ അകത്തേക്ക് പോകുമ്പോൾ വലിയ ഉഷാറിലായിരുന്നു. എന്നാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു അഴകുഴഞ്ചൻ മട്ടിൽ ഒരു ഭയമൊക്കെ മുഖത്തിൽ കാണാമായിരുന്നു. ഒരു തരത്തിലും വീണ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല. നേരെ വന്ന് കാറിൽ കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നടന്ന 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലെ പണമിടപാടുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാതെ തത്തിക്കളിച്ച് വീണ വിജയൻ. പരസ്പര വിരുദ്ധമായ മൊഴികളാണ് വീണ വിജയൻ ഇന്നലെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയത് എന്നാണ് വ്യക്തമാകുന്നത്. വീണ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും അധികം തെളിവടക്കം ശേഖരിച്ചുകൊണ്ടായിരിക്കും തന്നെ ചോദ്യം ചെയ്യാനായി വരിക എന്നുള്ളത്. വീണ പ്രതീക്ഷിച്ചിരുന്നു എന്തൊക്കെയോ ഒരു ഗുലുമാൽ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നെങ്കിലും ഇത്രയും ആഴത്തിൽ ഇ.ഡി പോയി അന്വേഷിച്ച് കണ്ടെത്തും എന്ന് കരുതിയിരുന്നില്ല. എല്ലാം ഇ.ഡി പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം വീണ പറഞ്ഞാൽ മതിയായിരുന്നു. അതിനേക്കാൾ കൂടുതൽ ഈ അന്വേഷണ കാലയളവിലൊക്കെ തന്നെ ഇ.ഡിക്ക് മനസ്സിലായ ചില കാര്യങ്ങളിൽ ഉണ്ടായ സംശയങ്ങൾ, ആ സംശയങ്ങൾക്ക് ഉത്തരം നൽകുകയായിരുന്നു. പക്ഷേ ആ സംശയങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ വീണ വിജയന് സാധിച്ചില്ല എന്നാണ് വ്യക്തമാകുന്നത്. പരസ്പര വിരുദ്ധമായ മൊഴികൾ ഉള്ളതിനാൽ തന്നെ വീണയെ ഇനിയും വിളിപ്പിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല കർത്തയുടെ കുടുംബത്തിലെ എല്ലാവരെയും വീണയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലും ഉടൻ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ സമൻസ് ഉടൻ തന്നെ അയക്കുമെന്നാണ് മനസ്സിലാകുന്നത്. വീണയുടെ അബുദാബിയിലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ മുൻപ് തന്നെ ക്ലോസ് ചെയ്യപ്പെടുകയും അതേ വിവരങ്ങൾ മുഴുവൻ ബാങ്കുകൾ തന്നെ ഡേറ്റയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലെ ഈ സുപ്രധാന വിവരങ്ങൾ മറച്ചുവെച്ച കേസിൽ വീണയ്ക്ക് കടുത്ത നിയമക്കുരുക്കാകാനാണ് സാധ്യത എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു ഇന്ത്യൻ പൗരന് വിദേശത്ത് ബാങ്ക് അക്കൗണ്ട് തുറക്കണമെങ്കിൽ റിസർവ് ബാങ്ക് അതായത് RBI അതീവ കടുപ്പമേറിയ വ്യവസ്ഥകളോടെ മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത്. വിദേശ വിനിമയ ചട്ട നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് റെസിഡന്റ് ലിബറലൈസ്ഡ് ഈ റെമിറ്റന്റ് സ്കീം അതായത് LRS വഴി പ്രത്യേക ആവശ്യങ്ങൾക്കായി ഒരു ഇന്ത്യൻ പൗരന് ഒരു വർഷം പരമാവധി $2.5 ലക്ഷം മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് വിദേശ അക്കൗണ്ടുകളിലേക്ക് അയക്കാൻ സാധിക്കുക. പഠന യാത്ര, അതുപോലെ തന്നെ ചികിത്സാ ഇൻഷുറൻസ്, ചെറിയ തോതിലുള്ള നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ തുക വിനിയോഗിക്കേണ്ടത് എന്ന് പല വിദേശ വിനിമയ കേസുകളിലും സുപ്രീം കോടതി തന്നെ മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഇനി ഇതിനേക്കാളെല്ലാം ഉപരിയായി ഏറ്റവും നിർണായകമായ മറ്റൊരു നിയമവ്യവസ്ഥ കൂടിയുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യൻ പൗരന്മാർ വിദേശത്ത് തുറക്കുന്ന അക്കൗണ്ടുകളിലേക്ക് യാതൊരു കാരണവശാലും വിദേശത്ത് നിന്നോ ഇന്ത്യയിലെ മറ്റ് സ്രോതസ്സുകളിൽ നിന്നോ നേരിട്ട് പണം സ്വീകരിക്കാൻ അനുവദനീയമല്ല. അതുകൊണ്ട് തന്നെ വീണയുടെ വിദേശ അക്കൗണ്ടുകളിലേക്ക് മാസപ്പടിയായോ മറ്റ് സേവനങ്ങളുടെ പേരിലോ ഏതെങ്കിലും തരത്തിലുള്ള വിദേശ പണം വന്നിട്ടുണ്ടെങ്കിൽ അത് കടുത്ത കള്ളപ്പണ നിരോധന നിയമത്തിന്റെ പരിധിയിൽ നേരിട്ട് വരും. ഇത്തരത്തിൽ പണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി നികുതി പിടിച്ച് അടയ്ക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇന്ത്യയിൽ ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ വിദേശ വരുമാനത്തിന്റെ വിവരങ്ങൾ കൃത്യമായി ബോധിപ്പിക്കുകയും വേണം. അങ്ങനെ ചെയ്താൽ പോലും വിദേശ വിനിമയ ചട്ട നിയമപ്രകാരമുള്ള കേസിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് പോലും പേടി സ്വപ്നമായ ഒന്നാണ് ഫെമ നിയമം. കാരണം ഇത്തരം കേസുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം മാത്രമല്ല ഈ വിധ്വംസക പ്രവർത്തനങ്ങൾക്കായി പണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കടുത്ത വകുപ്പുകൾ കൂടി ചുമത്താൻ കേന്ദ്ര ഏജൻസികൾക്ക് അധികാരം ലഭിക്കും. അച്ഛന്റെ നിർദ്ദേശപ്രകാരം കമ്പനി ഉണ്ടാക്കി മാസപ്പടി വാങ്ങി എന്നതിനപ്പുറം വീണയ്ക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക പരിജ്ഞാനമോ ക്രിമിനൽ ബുദ്ധിയോ ഉള്ളതായി തോന്നുന്നില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലെ രാഷ്ട്രീയ നിരീക്ഷകരും പ്രതികരിക്കുന്നത്. കുടുംബത്തിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ വലയിൽ സാമ്പത്തിക ഇടപാടുകളിലേക്ക് വീണയെ കരുവാക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാണ്. കേസിൽ കേന്ദ്ര ഏജൻസികൾ വിട്ടുവീഴ്ചയില്ലാത്ത കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ടു പോയാൽ വരും ദിവസങ്ങളിൽ വീണയ്ക്ക് കേന്ദ്രത്തിലെ ഉന്നത ഭരണ നേതൃത്വത്തിന്റെ ഇടപാടുകൾ വഴി മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസം ലഭിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. ഒരു ഇന്ത്യൻ പൗരന് വിദേശത്ത് ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങണമെങ്കിൽ ഭാരതീയ റിസർവ് ബാങ്ക് അതീവ കടുപ്പമേറിയ വ്യവസ്ഥകളോടെ മാത്രമാണ് അനുമതി നൽകുന്നത്. വിദേശ വിനിമയ ചട്ട നിയമത്തിന്റെ പരിധിയിൽ നിന്നും കൊണ്ട് പ്രത്യേക ആവശ്യങ്ങൾക്കായി ഒരു ഇന്ത്യൻ പൗരന് ഒരു വർഷം പരമാവധി $2.5 ലക്ഷം മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് വിദേശ അക്കൗണ്ടുകളിലേക്ക് അയക്കാൻ നിയമപരമായി സാധിക്കൂ. ഇതിന് വരുത്തുന്ന ഏതൊരു ക്രമക്കേടും ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ പരിധിയിലാണ് വരുന്നത്.
വിദേശ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ വീണയ്ക്ക് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് ED ഉദ്യോഗസ്ഥരെ സംശയത്തിലാക്കിയിട്ടുണ്ട്. തനിക്ക് വിദേശത്ത് നിലവിൽ അക്കൗണ്ടുകളിലില്ലെന്ന വാദമാണ് വീണ ചോദ്യം ചെയ്യലിൽ ഉടനീളം ഉയർത്തിയത് എന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ മുൻപ് അബുദാബിയിൽ ഉണ്ടായിരുന്ന അക്കൗണ്ടുകൾ പെട്ടെന്ന് ക്ലോസ് ചെയ്തതിന്റെ കാരണവും അതിലേക്ക് വന്ന പണത്തിന്റെ സ്രോതസ്സും വ്യക്തമാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് ഈ അന്വേഷണം ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. പാർട്ടിക്കകത്തും പുറത്തും മുഖ്യമന്ത്രിക്ക് നേരെ വിരൽ ചൂണ്ടാൻ ഈ കേസ് പ്രതിപക്ഷത്തിന് വലിയ ആയുധമായി മാറിയിരിക്കുകയാണ്. കുടുംബാംഗങ്ങൾ ഉൾപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ പാർട്ടിക്ക് കൃത്യമായ മറുപടി നൽകാൻ കഴിയാത്തത് കമ്മ്യൂണിസ്റ്റ് അണികൾക്കിടയിലും വലിയ അതൃപ്തിക്ക് കാരണമാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യലിനായി ED വിളിച്ചു വരുത്തുമെന്നാണ് സൂചന. വിദേശ അക്കൗണ്ടുകളിലെ വിവരങ്ങൾ ലഭ്യമാക്കാൻ UAE അധികൃതർക്ക് ED ഉദ്യോഗസ്ഥരുമായി കത്തയച്ചിട്ടുണ്ടെന്നും സൂചനയുണ്ട്. ഇതിലൂടെ ലഭിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും ഡിജിറ്റൽ തെളിവുകളും മുൻനിർത്തിയാകും അടുത്ത ഘട്ട ചോദ്യം ചെയ്യൽ നടക്കുക. ഇത് കേസിലെ ഗതി പൂർണ്ണമായും വീണയ്ക്ക് വിരുദ്ധമാക്കും. കരാറുകളോ സേവനങ്ങളോ നൽകാതെ മാസപ്പടിയായി വൻ തുക കൈപ്പറ്റിയത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുറ്റം തന്നെയെന്ന് നിയമനത്തിൽ ED ഉറച്ചു നിൽക്കുകയാണ്. ഇതോടെ വീണ EDയുടെ നിയമപരമായ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ടതായാണ് സൂചന. ഇന്നലെ രാവിലെ 10:30 ഭർത്താവും മുൻ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് MLA-ക്കൊപ്പമാണ് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായത്. ED ഓഫീസിന് മുന്നിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ജൂൺ 12 ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ED നിർദ്ദേശം നൽകിയെങ്കിലും ഇന്നലെയാണ് വീണ എത്തിയത്.